ഇനി ആർക്കൊക്കെ ദുബായിൽ പ്രോപ്പർട്ടി വാങ്ങുക എന്നുള്ളതാണ് ഒരു ഡൗട്ട്. പലരും ചോദിക്കാറുണ്ട്, എനിക്ക് ഇത്ര സാലറി ഉള്ളൂ, 5,000 സാലറി ഉള്ളൂ, അല്ലെങ്കിൽ 10,000 സാലറി ഉള്ളൂ, എനിക്ക് വാങ്ങാൻ പറ്റുമോ ദുബായിലൊരു പ്രോപ്പർട്ടി എന്നൊക്കെ. അതിന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ്, നിങ്ങൾ ദുബായിലുള്ള ആളാണെങ്കിലും അല്ലാത്തൊരാളാണെങ്കിൽ ഇവിടെ വരുന്ന ഒരു അവറേജ് പ്രൈസിങ് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഓഫ് പ്ലാൻ തന്നെ എടുത്ത് പറയുകയാണെങ്കിൽ, ഒരു സ്റ്റുഡിയോ 1 ബെഡ്റൂം, 2 ബെഡ്റൂം അല്ലെങ്കിൽ 3 ബെഡ്റൂംസ്, വില്ലാസ് ഒക്കെ എങ്ങനെയാണ് പ്രൈസ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു ദുബായിൽ ഒരു സ്റ്റുഡിയോക്ക് അവറേജ് ഏറ്റവും ചുരുങ്ങിയത് 5 to 6 lakh ദിറംസ്, 5-6 ലക്ഷം ദിറംസ് ആണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രൈസ് വരുന്നത്. അതായത് ഞാൻ സംസാരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഡെവലപ്പേഴ്സിൻ്റെ, റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഡെവലപ്പേഴ്സിൻ്റെ നല്ല പ്രൊജക്റ്റുകൾ. നിങ്ങൾക്കൊരു പക്ഷേ ചിലപ്പോൾ പഴയ ബിൽഡിങ്ങുകൾ 5 വർഷം 10 വർഷം പഴക്കമുള്ള അല്ലെങ്കിൽ 15 വർഷമൊക്കെ പഴക്കമുള്ള പഴയ ബിൽഡിങ്ങുകളിൽ ഇതിലും കുറഞ്ഞിട്ടുള്ള പ്രൈസിന് കിട്ടുമായിരിക്കും, അമ്യൂണിറ്റീസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ. ബട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഡെവലപ്പേഴ്സിൻ്റെ നല്ല പ്രൊജക്റ്റുകൾക്ക് വരുന്ന പ്രൈസുകളാണ് പറയുന്നത്. 5 to 6 lakh ദിറംസ് ഒരു അവറേജ് വരും ഏറ്റവും മിനിമമായിട്ട്. പിന്നെ ഒരു 1 ബെഡ്റൂം ആണെങ്കിൽ ഏറ്റവും ബിയർ മിനിമം ഒരു 1 million ദിറംസ്, അതായത് 10 ലക്ഷം ദിറംസ്. ചില ഡെവലപ്പേഴ്സ് 9 ലക്ഷം മുതലുണ്ട്, അതായത് 9 to 10 ലക്ഷം ദിറംസിൻ്റെ ഉള്ളിലാണ് പ്രൈസ്. എല്ലാം സ്റ്റാർട്ടിങ് പ്രൈസാണ് ഞാൻ പറയുന്നത്. പിന്നെ സൈസ്, പിന്നെ അതുപോലെ ഹൈറ്റ്, ഫ്ലോറിൻ്റെ ഹൈറ്റ്, യൂണിറ്റിൻ്റെ, പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് പ്രൈസിൽ വ്യത്യാസം വരും. ഒരു സ്റ്റാർട്ടിങ് പ്രൈസാണ് ഞാൻ പറയുന്നത്. 1 ബെഡ്റൂം ഒരു 9 lakh ദിറംസ് to 10 lakh, 1 million ദിറംസ് മുതലാണ് 1 ബെഡ്റൂമിന് വരുന്നത്. ഇനി 2 ബെഡ്റൂം ആണെങ്കിൽ ചില ഡെവലപ്പേഴ്സിൻ്റെ അടുത്ത് നമുക്കൊരു 1.5 million ദിറംസ്, അതായത് 15 ലക്ഷം ദിറംസ്, അല്ലെങ്കിൽ ഒരു 1.8, അതായത് ഒരു 18 ലക്ഷം, 1.5-ൻ്റെയും 2 million-ൻ്റെയും ഉള്ളിലായിട്ടാണ് പ്രൈസ് വരിക 2 ബെഡ്റൂമിന്. ഇനി അതല്ല നമ്മളൊരു വില്ലയുടെ കേസ്, വില്ല അല്ലെങ്കിൽ ടൗൺ ഹൗസ്. ഓക്കെ, ടൗൺ ഹൗസ് എന്ന് പറഞ്ഞാൽ ജോയിൻ്റ് ആയിട്ടുള്ള വില്ലകൾ, നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറയാം. ടൗൺ ഹൗസിൻ്റെ കേസാണെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ വെച്ചിട്ട് ഏറ്റവും മിനിമം ഒരു 3 ബെഡ്റൂം 4 ബെഡ്റൂമിന് ചുരുങ്ങിയ 2 million ദിറംസ് പ്രൈസ് വരുന്നുണ്ട്. ഓഫ് ലൈൻ പ്രോപ്പർട്ടീസിന് തന്നെ വരുന്ന പ്രൈസാണ്. ഇനി ചില കേസിൽ 2 ബെഡ്റൂമൊക്കെ ചെയ്യുന്ന ചില ഡെവലപ്പേഴ്സ് ഉണ്ട്, അവിടെ തന്നെ 1.5, 1.6, 1.7 ഒക്കെ പ്രൈസ് വരുന്നുണ്ട് മില്യൺസ്. 3 ബെഡ്റൂം അല്ലെങ്കിൽ 4 ബെഡ്റൂമിനൊക്കെ ഒരു മിനിമം നമുക്കൊരു 2 million അല്ലെങ്കിൽ ഒരു 2.5 million ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. ഇനിയല്ല ഇൻഡിപെൻഡൻറ്റ് വില്ലൊക്കെ ആണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നമുക്കൊരു 5 to 6 million ദിറംസ് ആണ് ഏറ്റവും ചുരുങ്ങിയ പ്രൈസ് വരുന്നത്. ഒരു 3 ബെഡ്റൂം ഇൻഡിപെൻഡൻറ്റ് വില്ല ഒക്കെ 5 million മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ദിറംസ്. ഓക്കെ, ഇനി നിങ്ങളൊരു എംപ്ലോയി ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണർ ആണെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി ഇത്ര ക്യാഷ് ഫ്ലോ വരുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ വാങ്ങാം എന്നുള്ളതല്ലേ. അതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ സാലറീഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബാങ്കിനെ അപ്രോച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കൺസൾട്ടൻസിനെ അപ്രോച്ച് ചെയ്യുക, മോർഗേജ് കൺസൾട്ടൻസിനെ. അവരോട് പറയാം, എനിക്ക് ഇത്രയാണ് സാലറി ഉള്ളത്, എനിക്കൊരു പ്രോപ്പർട്ടി വാങ്ങാൻ താല്പര്യമുണ്ട്, എനിക്ക് എത്രത്തോളം മോർഗേജ് യൂസ് ചെയ്തിട്ട് പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റുന്നുള്ളത്. ഒരു പ്രീ അപ്രൂവൽ എടുക്കുക എന്ന് പറയും. അപ്പോൾ അവർ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ്സും ട്രാൻസാക്ഷൻസും ഒക്കെ ചെക്ക് ചെയ്തിട്ട് വരും. ഓക്കെ, ഇന്ന ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഇത്രത്തോളം ലോണ് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് 1 million പ്രോപ്പർട്ടി അല്ലെങ്കിൽ 2 million പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ, ബാങ്ക് ഇത്രത്തോളം ഫണ്ട് തരും, ബാക്കിയുള്ള 20% നിങ്ങൾ പേ ചെയ്യണം, ബാക്കിയുള്ള എമൗണ്ട് ഇത്രത്തോളം എമൗണ്ടിന് നിങ്ങൾക്ക് എലിജിബിളാണ്, നിങ്ങൾക്ക് പ്രോപ്പർട്ടി നോക്കാമെന്ന് പറയും. ആ ഒരു എമൗണ്ട് ബഡ്ജറ്റ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് റെഡി പ്രോപ്പർട്ടീസ് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു അവറേജ് പ്രൈസിങ്, സ്റ്റാർട്ടിങ് പ്രൈസിങ് ദുബായിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശം ധാരണ കിട്ടിയിരിക്കുമല്ലോ, നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രോപ്പർട്ടി വാങ്ങണമെങ്കിൽ എത്രത്തോളം ഫണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത്.